നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം ഈ മാസം 24-25 തീയതികളിലായി നടക്കാൻ പോവുകയാണ്. ഇത്തവണ വാശിയേറിയ പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 10 ടീമുകളും ഇതിനോടകം നിലനിർത്താൻ പ്രഖ്യാപിച്ചതിനാൽ തന്നെ പേഴ്സിൽ ശേഷിക്കുന്ന പണം ഉപയോഗിച്ച് മികച്ചൊരു ടീമിനെ കെട്ടിപ്പടുക്കുകയായിരിക്കും ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇത്തവണയും MS ധോണിയെ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയിട്ടുണ്ട്. ഇതോടെ CSK ആരാധകരെല്ലാം കൂടുതൽ ആവേശത്തിലും ആയിരിക്കുകയാണ്. പിഴവുകൾ നികത്തി അടുത്ത സീസണിൽ കപ്പിലേക്ക് എത്താനുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. പ്രധാന താരങ്ങളെയെല്ലാം നിലനിർത്തിയ CSK വരുന്ന സീസണിലും സീനിയർ താരങ്ങളെ ഉപയോഗിച്ച് ഞെട്ടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. എന്നാൽ ചില യുവ സൂപ്പർ താരങ്ങളെയും ധോണിപ്പട നോട്ടമിടുന്നുണ്ട്. എന്തൊക്കെയാണ് CSKയുടെ പദ്ധതികളെന്ന് വിശദമായി നമുക്ക് നോക്കാം. CSK ഇത്തവണ നിലനിർത്തിയത് 5 പേരെയാണ്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദിനെയും സ്പിൻ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയെയും 18 കോടി രൂപ പ്രതിഫലത്തിലാണ് നിലനിർത്തിയത്. പേസർ മദീഷ പതിരാനയെ 13 കോടിക്ക് ടീം നിലനിർത്തിയപ്പോൾ മീഡിയം പേസ് ഓൾറൗണ്ടറായ ശിവം ദുബൈക്ക് 12 കോടി രൂപയാണ് പ്രതിഫലമായി നൽകിയിരിക്കുന്നത്. MS ധോണിയെ 4 കോടിക്കും നിലനിർത്തിയിട്ടുണ്ട്. 65 കോടി രൂപയാണ് CSK നിലനിർത്തലിനായി ചിലവിട്ടത്. 20 താരങ്ങളെ കൂടി പരമാവധി CSKക്ക് ടീമിലേക്ക് ചേർക്കാൻ പറ്റും. 55 കോടി രൂപയാണ് പേഴ്സിൽ ശേഷിക്കുന്നത്. ബൗളിംഗ് നിരയിലും ബാറ്റിംഗ് നിരയിലും നിരവധി വിടവുകൾ CSKക്ക് നികത്തേണ്ടതായുണ്ട്. ഡെവോൺ കോൺവേയെ തിരികെ എത്തിക്കാൻ CSK ശ്രമിച്ചേക്കുമെന്നാണ് അറിയുന്നത്. ഇടംകൈയ്യൻ ഓപ്പണറായ ഡെവോൺ കോൺവേ 2 കോടി രൂപ അടിസ്ഥാന വിലയിലാണ് ലേലത്തിലേക്ക് എത്തുന്നത്. പരമാവധി 10 കോടി രൂപ വരെ താരത്തിന് നൽകിയേക്കും. ഋതുരാജ് ഗെയ്ക്വാദും കോൺവേയും തമ്മിലുള്ള കൂട്ടുകെട്ട് മികച്ചതാണ്. ഇന്ത്യൻ പിച്ചിൽ ഭേദപ്പെട്ട റെക്കോർഡുള്ള താരമാണ് കോൺവേ. സർഫറാസ് ഖാൻ, മുഷീർ ഖാൻ എന്നിവരെ CSK നോട്ടമിടുന്നുണ്ട്. രണ്ടുപേരും അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ളവരാണ്. എന്നാൽ സർഫറാസിന് മികച്ചൊരു IPL കരിയർ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. CSKയിലേക്ക് എത്തുമ്പോൾ ഇതിന് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സമീർ റിസ്വി, റൊമാരിയോ ഷിഫേർഡ് എന്നിവരെയെല്ലാം ടീം നോട്ടമിട്ടേക്കും. ഡൽഹി നായകസ്ഥാനമൊഴിഞ്ഞ ഋഷഭ് പന്തിനെ CSK ഒപ്പം കൂട്ടിയേക്കില്ല. സൂപ്പർ താരത്തിന് ലേലത്തിൽ റെക്കോർഡ് പ്രതിഫലമാണ് പ്രതീക്ഷിക്കുന്നത്. 20 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഋഷഭിന്റെ പ്രതിഫലം പോകാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു സാഹചര്യത്തിൽ CSK ഇത്രയും അധികം തുക ഋഷഭ് പന്തിനായി മുടക്കാൻ തയ്യാറായേക്കില്ല. ഋഷഭിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ലക്നൗ സൂപ്പർ ജയൻസ് ടീമുകളെല്ലാം നോട്ടമിടുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പണം പേഴ്സിലുള്ള പഞ്ചാബ് കിങ്സ് ഋഷഭിനെ വാങ്ങാനാണ് സാധ്യത. ബൗളിംഗ് നിരയിലേക്ക് പഴയ താരങ്ങളെ തന്നെ തിരികെ എത്തിക്കാനാണ് CSK കൂടുതൽ താല്പര്യം കാട്ടുന്നത്. ദീപക് ചഹാർ, മുകേഷ് ചൗധരി, സിമർജിത് സിംഗ്, മഹേഷ് തീക്ഷ്ണ, തുഷാർ ദേശ്പാണ്ഡെ എന്നിവരെയെല്ലാം മടക്കിക്കൊണ്ടുവരാൻ CSK ശ്രമിച്ചേക്കും. ഖലീൽ അഹമ്മദ്, ഭുവനേശ്വർ കുമാർ, ജെയിംസ് ആൻഡേഴ്സൺ, മുസ്തഫിസുർ റഹ്മാൻ, മാർക്കസ് ടോയിനസ് എന്നിവരെയെല്ലാം CSKയുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും CSKയുടെ പദ്ധതികൾ എന്തെല്ലാമായിരിക്കുമെന്ന് കണ്ടതിനെ അറിയാം.